ഇന്നലെ ഞാനൊരു ചാനൽ ചർച്ച കണ്ടു. ചർച്ച തീരുന്നത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഞാനാണ് നേതാവ്, ഞാനായിരിക്കണമെന്നും എൻ്റെ പാർട്ടിയാണ് നാട് ഭരിക്കേണ്ടത് എന്ന് കരുതുന്നവർ ഇങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ ജനങ്ങൾ ചിലപ്പോൾ അവരുടെ സ്വപ്നങ്ങളെ തകർത്തേക്കാം എന്ന് പറഞ്ഞാണ് ആങ്കർ അവസാനിപ്പിക്കുന്നത്. വിഷയം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. നാളെ അതിൻ്റെ ബില്ല് പാർലമെൻറ്റിൽ വരികയാണ്. ഇങ്ങനെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിൻ്റെ ലക്ഷ്യം ഒരാൾക്ക് തന്നെ എന്നും ഇന്ത്യയുടെ നായകനാവുക എന്നതാണോ? ഈ ചർച്ചയിൽ ഈ കൺക്ലൂഡിങ് റിമാർക്സ് പറഞ്ഞ ആളാരാണ് എന്ന് എനിക്കറിയില്ല, അറിയാനായിട്ട് താല്പര്യമില്ല. പക്ഷേ നിങ്ങൾ അറിയാമെങ്കിൽ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1952, 57, 62, 67 ഈ തെരഞ്ഞെടുപ്പുകൾ രണ്ടും ഒരുമിച്ചാണ് ഇന്ത്യയിൽ നടന്നിരുന്നത്. അപ്പോൾ അന്ന് രാജ്യം ഭരിച്ചിരുന്ന രാഷ്ട്രീയ കക്ഷിക്കും രാഷ്ട്രീയ നേതാവിനും ജവഹർലാൽ നെഹ്റുവിനും ഇതേ ലക്ഷ്യമാണോ ഉണ്ടായിരുന്നത് എന്ന കാര്യം കൂടി അദ്ദേഹം പരിശോധിക്കണം. അല്ല, അത് അദ്ദേഹം അവസാനം പറയുന്നതുകൊണ്ട് ഇത് ചോദിക്കാൻ അവസരമില്ല ആർക്കും. പറഞ്ഞങ്ങ് അവസാനിപ്പിക്കുകയാണല്ലോ. അല്ല, അതെ, ഇനി അടുത്ത അല്ല, അദ്ദേഹം ചുമ്മാ ഈ ആങ്കറാണ് എന്ന് കരുതിയിട്ട് എന്ത് തോന്നിവാസം പറയുന്നത്? അദ്ദേഹം ഡെലിബറേറ്റ്ലി പറയുന്നതല്ലേ? അല്ല, അതെ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ആരായിരുന്നാലും അദ്ദേഹം രാജ്യഭാരം നിർവഹിച്ചുകൊണ്ട് അവസാനത്തെ വിധി പ്രസ്താവിച്ചു പോകരുത്. അതെ, ചാനൽ ജഡ്ജിയായിട്ട് വിധി പ്രസ്താവിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് 62 നടന്ന്, 57 നടന്ന്, 52, 57, 62, 67 ഇത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 62 തുടങ്ങി എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോഴൊക്കെ ഒരുമിച്ചാണ് നടക്കാറുള്ളത്. ആളുകൾ പോയിട്ട് വോട്ട് ചെയ്തിട്ട് വരും. ബാലറ്റ് പേപ്പറിൽ ഇത് രണ്ട് ബാലറ്റ് പേപ്പറിലും ഇത് വോട്ട് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അന്ന് ഈ പറയുന്ന രീതിയിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു ഏകകക്ഷി രാജ്യം വരുമെന്നും അതിനൊരു ഏകാധിപതി ഉണ്ടാകുമെന്നും ആ ഏകാധിപതി വന്ന് ഈ ലോകം മുഴുവൻ നശിപ്പിക്കും എന്നുമാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പം എന്നുണ്ടെങ്കിൽ അന്ന് രാജ്യം ഭരിച്ചിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും അതിന് നേതൃത്വം കൊടുത്തിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനും ഇതേ അഭിപ്രായം തന്നെ, ഇതേ ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത് എന്ന് കൂടി ഒന്ന് അന്വേഷിക്കേണ്ടതാണ്. അല്ല, അതിനകത്തൊരു വൈരുദ്ധ്യം സ്വാഭാവികമാണ്. കാരണം ഇതേ നെഹ്റുവിൻ്റെ പാർട്ടിയുടെ ഇന്നത്തെ അവകാശികളാണ് ഇത് എതിർക്കുന്നത്. അല്ല, ഇപ്പോഴൊന്നും അത് നിങ്ങൾ ഉദ്ദേശിച്ച രാഹുൽ ഗാന്ധിയെ, അതെ, അയാൾ എന്താ പറഞ്ഞെന്നുള്ള കാര്യം അങ്ങർക്ക് തന്നെ നിശ്ചയമില്ലാത്ത കാരണം അത് വിട്ടുകളാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം. അല്ലേ, അത് പല്ലവഗ്രാഹിയാണ്. ബാലക് ബുദ്ധി മാത്രമല്ല, പല്ലവഗ്രാഹിയാണ്. വളരെ ലോലമായ കാര്യങ്ങളെ മനസ്സിലാവുള്ളൂ, വേറെ ഒന്നും മനസ്സിലാകില്ല. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ വാദം അവിടെ പോയി. ഇനി രണ്ടാമത് ഇതിനെതിരെ ഉന്നയിക്കുന്നൊരു വാദം ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ 52 തുടങ്ങി 67 വരെയുള്ള കാലത്ത് ഇത് നടപ്പിലാക്കിയപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഭരണഘടനാ വിരുദ്ധമാണെന്ന് സമ്മതിക്കുമോ? ഇപ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഭരണഘടനാ വിരുദ്ധമാണ്. അവിടെ ഒരു പ്രശ്നമുണ്ട് സാർ, ഉടനെ പറയും അതൊക്കെ ശരിയാണ്, പക്ഷേ മോദി നടപ്പാക്കുമ്പോഴാണ് ഞങ്ങൾക്ക് പ്രശ്നം. അതെന്താണ് പ്രശ്നം? അത് മോദി ഫാസിസ്റ്റ് അല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കണം, അതേ രീതി അനുസരിച്ചിട്ട് ജവഹർലാൽ നെഹ്റു ഫാസിസ്റ്റാണെന്നും കൂടി സമ്മതിക്കൂ. ഇപ്പോൾ വഖഫ് നിയമത്തിൻ്റെ കാര്യത്തിൽ ഭേദഗതി വരുന്നല്ലോ, അതിന് ചില ആങ്കർമാർ പറയാണ് ശരിയാണ്, ചില നിയമത്തിലൊക്കെ മാറ്റമൊക്കെ വരണം, പക്ഷെ മോദി അത് നടപ്പാക്കുമ്പോൾ UCC ആണെങ്കിലും അല്ല നരേന്ദ്രമോദി കൊണ്ടുവരുമ്പോഴാണ് പ്രശ്നം. അല്ല, അപ്പോൾ ഇവരെന്തൊരു അല്പന്മാരാണ് ഇവർ. കാരണം എന്ന് വെച്ചാൽ വ്യക്തിയല്ലല്ലോ, എന്ത് കൊണ്ടുവരുന്നു എന്നുള്ളതല്ലേ പ്രശ്നം. മോദി കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇവർക്ക് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന പരികല്പന അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ക്ഷോഭിച്ചിട്ട് കാര്യമില്ല, അറിയാത്തതുകൊണ്ട് പറയുന്നതാണ്. കാരണം കർമ്മം എന്ത് എന്നുള്ള കർമ്മ മഹിമയാണ് പ്രാധാന്യം. ഒരുവൻ ആരെന്നല്ല, എന്ത് ചെയ്തു എന്നുള്ളതാണ്. ഇത് ഇവർക്കോട് പറഞ്ഞാൽ മനസ്സിലാകില്ല. ഇത് തന്നെയാണ് അടിസ്ഥാന ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത്. അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഈ ബൈബിളിൽ ആ താലന്ത് എന്ത് ചെയ്തു എന്നൊരു ചോദ്യമുണ്ട്. നിനക്ക് കിട്ടിയിരിക്കുന്ന നിൻ്റെ ജന്മം, നിൻ്റെ ഈ സിദ്ധികൾ, അതുകൊണ്ട് നീ എന്ത് ചെയ്തു, എങ്ങനെ വിനിയോഗിച്ചു. കിം അകുർവത സഞ്ജയ, എന്തോ ചെയ്തത് സഞ്ജയ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, സഞ്ജയൻ ഇതെല്ലാം കണ്ടു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, പുക്ക് ധർമ്മക്ഷേത്രം കുരുക്ഷേത്രം, പുക്ക് പോരിനൊരുങ്ങിയോർ, എൻ കൂട്ടരും പാണ്ഡവരും, എന്തോ ചെയ്തത് സഞ്ജയ. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ അതിഗംഭീരമായ തർജ്ജിമ.
അപ്പോൾ എന്തു ചെയ്തു എന്ന ചോദ്യം നമ്മൾ ഓരോരുത്തരും ചോദിക്കണം. ആ എന്തു ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ നിർവഹിക്കേണ്ടത്. ഇവർ എല്ലാവരും കുറ്റം പറയുന്ന ശങ്കരാചാര്യർ പറഞ്ഞത് ഇത് ചണ്ടാലനാണോ ബ്രാഹ്മണനാണോ എന്നല്ല, ഈ തത്വം എനിക്ക് പറഞ്ഞു തന്ന ഇയാൾ എൻ്റെ ഗുരുവാണെന്നാണ്. അപ്പം ജന്മമഹത്വമല്ല, കർമ്മമഹത്വമാണ് പ്രധാനം. ഇവരിപ്പോഴും അദ്ദേഹത്തെ ഒരു ഗ്രാമീണനായ പിന്നാക്ക ജാതിക്കാരൻ മാത്രമായിട്ട് കാണുന്നു എന്നതാണ് ഇവരുടെ മനോഭാവത്തിൻ്റെ പ്രശ്നം. അതാണ് പ്രശ്നം. അതാണ് ആയതുകൊണ്ടാണ്, എലീറ്റ് ക്ലാസ് അല്ല. മോദി ആയതുകൊണ്ടാണ്. മോദി ആയതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജവഹർലാൽ നെഹ്റു ആണെങ്കിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഇന്ദിരാഗാന്ധി ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, രാഹുലായാലും ഇവരുടെ ഇപ്പോഴത്തെ ആത്മീയ ആചാര്യനായ രാഹുലായാലും കുഴപ്പമില്ല. പക്ഷേ പിന്നാക്കക്കാരനും ദരിദ്രനും പിൻബലം മറ്റൊന്നിൻ്റെയും പിൻബലമില്ലാത്ത അരിസ്റ്റോക്രാറ്റ് അല്ലാത്ത മോദി വരുന്നു എന്നുള്ളതാണ്. അത് ഇവരുടെ മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. ഇവരുടെ മനസ്സിലാണ് ജാതി ചിന്തയും ഭിന്നതയും നിലനിൽക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. അതാണ് ഇതിൻ്റെ അടിസ്ഥാന. അല്ലെങ്കിൽ പിന്നെ ഇത് പറയേണ്ട കാര്യമില്ല, ഒക്കെ ശരിയാണ്. പക്ഷേ മോദി ചെയ്യാൻ പാടില്ല. ഇതിലെന്താ അപ്പോൾ ഇത് ഭരണഘടന അല്ല, ഭരണഘടനാപരമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണെങ്കിൽ ഇത് അവർക്ക് അന്ന് എന്തായാലും ഈ ഭരണഘടന ഉണ്ടാക്കിയവരാണല്ലോ അവിടെ ഉണ്ടായിരുന്നത്. അവർക്കറിയാമല്ലോ ഇത് ഭരണഘടനാ വിരുദ്ധമാണോ ഇല്ല എന്നുള്ള കാര്യം. അപ്പോൾ അന്ന് ഇത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചെയ്തത് ഇതേ ലക്ഷ്യത്തിന് വേണ്ടിയാണെന്നുള്ള കാര്യം കൂടി സമ്മതിക്കണം. ഇനി അടുത്തതിലേക്ക് വരാം. രണ്ടാമത് പറയുന്നത് ഇത് പ്രായോഗികമാണോ? പ്രായോഗികമാണല്ലോ, തെളിയിക്കപ്പെട്ടതാണ്. കാരണം 4 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഈ പ്രശ്നം വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 69 കോൺഗ്രസ് സ്പ്ലിറ്റ് വന്നു. കോൺഗ്രസ് സ്പ്ലിറ്റ് വന്നപ്പോഴേക്കും ഭൂരിപക്ഷം നഷ്ടപ്പെട്ടപ്പോഴേക്കും പാർലമെൻറ്റ് പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നു. ആ തെരഞ്ഞെടുപ്പിന് നടക്കാൻ എനിക്ക് 71 പിന്നെ തെരഞ്ഞെടുപ്പ് വരുന്നത്. 71 തെരഞ്ഞെടുപ്പിലാണ് ഇന്ദിരാഗാന്ധി അധികാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ 71 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പിന്നെ 76 പോകാനുള്ള കാരണം ആ 5 വർഷം കിട്ടുന്നു. അങ്ങനെയാണത് വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അന്ന് രാജ്യം ഭരിച്ചിരുന്ന പാർട്ടിയിൽ ആഭ്യന്തര പ്രശ്നം വന്ന് പാർട്ടി രണ്ടായ സമയത്ത് സംഭവിച്ചതാണത്. സംഘടനാ കോൺഗ്രസ് ഉണ്ടാകുകയും കോൺഗ്രസ് ആയി രൂപപ്പെട്ടു വരികയും ചെയ്തപ്പോൾ സംഭവിച്ചാണ്. അങ്ങനെ രാജ്യം ഭരിച്ചിരുന്ന ഒരു പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നത്തിന് ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങളും വില കൊടുക്കണമെന്നാണ് ഇവർ പറയണത്. അത് ശരിയല്ല. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ മാത്രം പ്രശ്നമാണ്. ഇതൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അന്നത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ മാത്രം പ്രശ്നമല്ലേ. പിന്നെ അത് കഴിഞ്ഞത് മാറാനുള്ള കാരണം എന്താണ്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് പാർലമെൻറ്റിൻ്റെ കാലാവധി നീട്ടി. ഭരണഘടനാ വിരുദ്ധമല്ലേ? കാലാവധി നീട്ടി. ഭരണഘടന എവിടെയാണ് പറഞ്ഞേക്കണേ? അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള അവരാണ് ഇപ്പോൾ ഇരുന്ന് ഭരണഘടന പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുന്നത്. ഇന്ദിരാഗാന്ധി പോക്കറ്റിലൊന്നും ഇട്ടിട്ടില്ല. ഇന്ദിരാഗാന്ധിക്ക് അതിനോട് വലിയ മതിപ്പും ഉണ്ടായിരുന്നില്ല, നെഹ്റുവിനും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ നെപ്പോട്ടിസം മതിപ്പേ ഉണ്ടായിട്ടില്ല. കാരണം ഭരണഘടന ഇപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ വസ്തുതകളെല്ലാം ഇപ്പോഴാണ് വരുന്നത്. ഇപ്പം നെഹ്റു നമ്മൾ സ്കൂൾ കോളേജ് പാഠപുസ്തകങ്ങളിൽ പഠിച്ചേക്കുന്നത് നെഹ്റു മഹാനാണെന്നാണ്. നെഹ്റു മഹാനല്ല എന്ന് ഇപ്പോഴാണ് ചരിത്രകാരന്മാർ ഓരോരുത്തരായി ഓരോ കാര്യങ്ങൾ വരുമ്പോഴാണ് ഇദ്ദേഹം മഹാനല്ല, ആ മഹത്വം ഇദ്ദേഹത്തിന് അവകാശപ്പെട്ടതല്ല എന്ന് വരുന്ന. ഒന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ മകളുടെ പേരിൽ എൻ്റെ പേര് ചേർക്കാതെ വേറൊരുത്തൻ്റെ പേര് ചേർക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഉളുപ്പ് തോന്നുന്നുണ്ട്. ലജ്ജയല്ല, ഉളുപ്പ് തോന്നുന്നുണ്ട്. എന്ന് തോന്നണ്ടേ? നിൻ്റെ പേരിൻ്റെ കൂടെ ഇന്ദിരാ നെഹ്റു എന്ന് ചേർത്താൽ മതി എന്ന് അയാൾ പറഞ്ഞില്ല. ഗാന്ധിയാണ് തന്നേക്കാൾ നല്ലത് എന്ന് തോന്നിയപ്പോൾ മാർക്കറ്റ് ചെയ്യാൻ നല്ല പ്രോഡക്റ്റ് ഗാന്ധിയാണെന്ന് തോന്നിയപ്പോൾ സ്വന്തം മകളുടെ പേരിൽ നിന്ന് സ്വന്തം പേര് മാറ്റാൻ സമ്മതിച്ച ഉളുപ്പില്ലായികയുണ്ട്. ഉളുപ്പില്ലാത്തൊരു തന്തയും മകളും. അഴകൊള്ളവനെ അപ്പാന്ന് വിളിക്കരുതെന്നാണ് മലയാളി പറയാറുള്ളത്. അഴകൊള്ളവനെ അപ്പാന്ന് വിളിച്ചുകൊണ്ടാണ് ഈ ഗാന്ധി കയറി വന്നത്. അതിപ്പോൾ ഈ ഇറ്റലിയിൽ ജനിച്ച ഒരു സ്ത്രീയും അത് തന്നെയാണ്, അവരും ഗാന്ധിയാണെന്നാണ് പറയുന്നത്. അവർക്ക് ഗാന്ധി എന്താണെന്നോ അവർ ഗാന്ധിയെ വായിച്ചാൽ അവർക്ക് മനസ്സിലാകുമെന്നും ഒരു തെളിവുമില്ല. ഇനി ഞാൻ വേറൊന്ന് ചോദിക്കട്ടെ, ഞാൻ വെല്ലുവിളിക്കാണ്.
ഗാന്ധി പറഞ്ഞിട്ടുണ്ട് ഞാൻ സനാതന ഹിന്ദുവാണ് എന്ന്, ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഗാന്ധി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇന്ന് ഞാൻ സനാതന ഹിന്ദുവാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനുണ്ടോ? ഉണ്ടെങ്കിൽ വരട്ടെ. അറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്, വെല്ലുവിളിക്കല്ല, അറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. ഗാന്ധിക്ക് ഇത് പറയാൻ മടിയുണ്ടായിരുന്നില്ല. ഗാന്ധി ഞാൻ സനാതന ഹിന്ദുവാണെന്നാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു എൻ്റെ സനാതന ഹിന്ദു മതത്തിൽ ലോകത്തുള്ള എല്ലാ ആശയങ്ങൾക്കും സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞ്. ഇവരുടെ ആ എല്ലാ ആശയങ്ങൾക്കും സ്പേസുള്ള സനാതന ഹിന്ദു മതത്തിൻ്റെ ഭാഗമാണോ ഇവരെന്ന് ഇവർ ആദ്യം പ്രഖ്യാപിക്കട്ടെ. അപ്പോൾ അത് ആത്മപരിശോധനയെങ്കിലും നടത്തട്ടെ. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രായോഗികമല്ല എന്ന വാദവും ശരിയല്ല. ഇനി വേറൊരു കാര്യമുണ്ട്. ഇവർ പറയണ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ, ഇടയ്ക്ക് വെച്ച് ഇത് മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റിമൈനിങ് പീരീഡിൽ ഇപ്പോൾ ഇലക്ഷൻ ഉണ്ടല്ലോ രാജ്യസഭയിലേക്ക്. 6 കൊല്ലത്തേക്ക് ഒരാളെ തിരഞ്ഞെടുത്ത് നോക്കുക. അയാൾ രാജിവെക്കുകയോ അയാൾക്ക് മരണം സംഭവിക്കുകയോ അയാൾ അയോഗ്യനാക്കപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് പിന്നെ ഇലക്ഷൻ വരുമ്പോൾ റിമൈനിങ് പീരീഡ് എത്രയാണോ അത്രയും സ്ഥാനത്തെ പറ്റുള്ളൂ. അപ്പോൾ രാജ്യസഭയിലേക്ക് ഇത് നടക്കുന്ന സമയത്ത് ഭരണഘടനയ്ക്ക് പ്രശ്നമില്ല, അത് അപ്രായോഗികമല്ല, പ്രായോഗികമാണ്. ലോക്സഭയിലേക്കും ഇത് വരുമ്പോൾ സാധാരണ ജനങ്ങളിലേക്ക് ഇത് വരാൻ പാടില്ല എന്ന് അവിടെയും രണ്ടായിട്ട് കാണുകയാണ്. ഞങ്ങൾ പ്രമാണിമാർ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം ഗംഭീരമാകും, സാധാരണ ജനങ്ങളിലേക്ക് ഇത് വരാൻ പാടില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് ഇത് അപ്രായോഗികമാണ് എന്നുള്ള ഇവരുടെ വാദം ശുദ്ധ ഭോഷ്കാണ്. ഇനിയിപ്പോൾ എൻ്റെ ഈ പ്രധാനപ്പെട്ട എതിർ അഭിപ്രായങ്ങൾക്കെല്ലാം ഉള്ള മറുപടിയായി ഇപ്പോൾ സാറ് പറഞ്ഞത്. ഇനിയിപ്പോൾ വളരെ പെട്ടെന്നല്ല, BJP കാലങ്ങളായി പറയുന്ന ഒരു കാര്യമാണ്, എന്തായിരിക്കും ഇങ്ങനൊരു നിയമം കൊണ്ടുവരാനുള്ള? അല്ല, ഇങ്ങനൊരു നിയമം കൊണ്ടുവരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെലവ് പാർട്ട് അല്ല, ചെലവ് മാത്രമല്ല, നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള നിയമവും അതിൻ്റേതായിട്ടുള്ള പ്രവർത്തന രീതികളും ഉണ്ട്. ഒരു സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. ആ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്ന 5-6 മാസം ഒരു കൊല്ലത്തിൽ ഒന്നും നടക്കില്ല. അല്ല, ഒരു പാർലമെൻറ്റ് കഴിഞ്ഞാൽ അസംബ്ലി വരും, അസംബ്ലി കഴിയുമ്പോൾ പഞ്ചായത്ത് വരും. അപ്പോൾ ഒന്നും നടക്കില്ല. ഒരു വലിയ ഹർഡിലാണ് അത്. കാരണം വെച്ചാൽ ഒരു കണ്ടിന്യൂറ്റി വേണ്ടേ, ഭരണത്തിന് തുടർച്ച വേണ്ടേ? ഭരണ തുടർച്ച രാജ്യത്തിൻ്റെ വികസന പ്രക്രിയ നിന്നു പോകും. പിന്നെ ഇതുകൊണ്ട് വേറെ എന്താണ് തകരാറ് വരുന്നത്? എനിക്കത് മനസ്സിലാകുന്നില്ല. അതിനേക്കാളെല്ലാം ഉപരി എന്താണെന്നറിയാമോ, ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് ഒരാൾ മത്സരിക്കുന്നു എന്ന് വെക്കുക, ഞാൻ മത്സരിച്ചിട്ടുള്ള ആളാണ്. 7 അസംബ്ലി സെഗ്മെൻറ്റിലെ തെരഞ്ഞെടുപ്പിൻ്റെ ചിലവ് വരും. അതെ, ഇത് രണ്ടും കൂടി ഒരുമിച്ചാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും സൗകര്യമാണ്. ഇത് മറ്റൊരു രാഷ്ട്രീയ അല്ല, എന്താ കാര്യം എന്നറിയാമോ സുനിലേ? എന്നതൊരു സൗകര്യമുള്ളത്. കാരണം ഒരു അസംബ്ലിയിൽ തെരഞ്ഞെടുപ്പിന് സ്പെൻഡ് ചെയ്യുന്ന പണം കൊണ്ട് പാർലമെൻറ്റിലെ സ്ഥാനാർത്ഥിയുടെ പ്രചരണവും കൂടി നടക്കും. അത് ശരിയാണ്. അല്ല, അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ആരോ ഒരു പണ്ഡിതൻ പറയുന്നത് കേട്ട്, ഈ ചെലവ് പ്രാദേശിക കക്ഷികൾക്ക് ചെലവ് സഹിക്കുക വലിയ പ്രയാസമായിരിക്കുമെന്ന് പറഞ്ഞ്. അദ്ദേഹത്തിന് രാഷ്ട്രീയം അത്ര വലിയ നിശ്ചയമില്ലാണ്ട് അദ്ദേഹം പറഞ്ഞതാണ്. കാരണം ഈ പാർലമെൻറ്റിലേക്ക് 7 അസംബ്ലി സെഗ്മെൻ്റ് ഉണ്ട്. ആ 7 അസംബ്ലി സെഗ്മെൻറ്റിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കണം. ഇത് രണ്ടായിട്ട് നടക്കുന്ന സമയത്ത് പാർലമെൻറ്റിലേക്ക് ഒരു അസംബ്ലി സെഗ്മെൻറ്റിൽ എത്ര ചിലവ് വരുന്നോ × 7 വരും പാർലമെൻറ്റിൽ. ഇതാകുമ്പോൾ ഒറ്റ ചിലവിൽ ഇത് രണ്ടും തീർക്കാൻ രാഷ്ട്രീയ കക്ഷികൾക്ക് പറ്റും. അത് അവർക്കും സാമ്പത്തികമായിട്ട് ഒരു ഞെരുക്കമില്ലാതെ ചെയ്യാൻ പറ്റും. അല്ല, പ്രവർത്തകരുടെ ആയാസം കുറഞ്ഞിരിക്കും. പക്ഷേ അതിനകത്ത് ഈ ഒരു എതിർവാദം കേൾക്കുന്ന അവസാനം നമ്മൾ പറയാത്തൊരു കാര്യമുണ്ട്. പതുക്കെ ഇന്ത്യയെ ഒരു പ്രസിഡൻഷ്യൽ ഭരണ രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കമാണ്. ഞാൻ പറയണത്, നാളെ സുനിൽ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എന്നെ കൊല്ലും എന്ന് എനിക്ക് പറയാം. എന്താ തെളിവ്? എൻ്റെ ഒരാശങ്ക. അതിപ്പോൾ ആശങ്ക എന്തുവാകാം. അപ്പോൾ പഴയ നമ്പൂരി ചെയ്തില്ലേ, പുഴ വറ്റി അക്കരെ നിൽക്കണം നായ തൊടല് പൊട്ടി ഇപ്പുറത്ത് വന്ന് എന്നെ കടിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി കൊടയുടെ കമ്പെടുത്ത് നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതിനകത്ത് എനിക്ക് തോന്നുന്നു മറ്റൊന്നുകൂടെ ഉണ്ട്. ഇവരുടെ ഒരു ഭയം എന്ന് പറയുന്നത്, ഒരു നാഷണൽ ലീഡർ ഒരു എടുത്തു കാണിക്കാൻ ഒരു നേതാവില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇത് ഇന്നത്തെ പ്രശ്നമാണോ? എന്നത്തെയും പ്രശ്നമല്ലേ? എന്നത്തെയും മാത്രമല്ല, എവിടത്തെയും പ്രശ്നമാണ്.
എന്നത്തെ മാത്രമല്ല എവിടത്തെയും പ്രശ്നമാണ്. ഒരു നാഷണൽ ലീഡർ ഉണ്ടാകണം എന്നുള്ളത് എന്നത്തെയും എവിടത്തെയും പ്രശ്നമാണ്. അല്ല, ഇവരുടെ നിർഭാഗ്യം കൊണ്ട് പിന്നെ ഇപ്പുറത്തൊരു നേതാവുണ്ട്. അല്ല, ഒരു കാര്യമുണ്ട്, അതൊക്കെ ചരിത്രത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഇത് ഒരിതുള്ളതെന്ന് വെച്ചാൽ ശ്രമിച്ചു കഴിഞ്ഞാൽ തെറ്റാതെ അദ്വൈത വേദാന്തം പറയാനും എഴുതാനും കഴിയുന്ന ഒരാളാണ് എന്ന് ഞാൻ അവകാശപ്പെടുന്നു. തീർച്ചയായും ഞാൻ അവകാശപ്പെടുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാനിതൊക്കെ പഠിച്ചുണ്ടാക്കിയെടുത്താണ്. മാതാ അമൃതാനന്ദമയിക്ക് ഇത് ശ്വസനക്രിയ പോലെ വഴങ്ങി വരും. ചില സംഗീതജ്ഞരെ കുറിച്ച് പറയില്ലേ, അവർ ചുമക്കുമ്പോൾ പോലും ചുമ പോലും ആധാരശ്രുതി നിന്നും മാറിപ്പോയില്ല എന്ന് പറയാറുണ്ട്. അതെന്താണ് അങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവില്ല. അപ്പം മോദി ഈ കോണ്ടെക്സ്റ്റ് ഉണ്ടാക്കിയെടുത്തൊരു നേതാവാണ്. അതെ, അല്ലാതെ മോദി വേറെ ആകാശത്ത് ജൈവികമായി ഉണ്ടായതാണ്. ഇറ്റ്സ് ആൻ ഓർഗാനിക് പ്രോഡക്റ്റാണ്. പിന്നെ ആ മോദിയെ വെല്ലുന്നൊരു നേതാവ് വേറെ വരട്ടെന്ന് വേറൊരു പാർട്ടിയിൽ വന്നിട്ട് വെല്ലുവിളിക്കട്ടെ. അങ്ങനെ ഒരു നേതാവിനെയും കൂടി ഇവർക്ക് മോദി ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞാൽ നടക്കും. അത് നടക്കുന്ന കാര്യമല്ല. അങ്ങനെ ഒരു നേതാവിനെ കൂടി മോദി ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ വാദം എന്ന് പറഞ്ഞാൽ ഒപ്പോസിഷനെയും കൂടി മോദി ഉണ്ടാക്കി കൊടുക്കണമെന്നാണ്. ഇത് എവിടെ നടക്കുന്ന കാര്യമാണ്? ഇതെവിടെ നടക്കും? ഏതായാലും നാളെ ബില്ല് പാർലമെന്റിൽ വരണം. ഈ ബില്ല് പാസ്സാകണം. ബില്ല് പാസ്സാകും. NDAയുടെ കൂടെയുള്ള എല്ലാവരും അംഗീകരിക്കും. അല്ല, അത് അടുത്ത തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 2029 നടക്കാൻ പോകുന്നത് രാജ്യത്ത് ഒറ്റ ഇതെന്ന് പറഞ്ഞാൽ ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഈ എത്രയാണ് 5 5 10 15 20 കൊല്ലക്കാലം ഇത് പോയില്ലേ? 4 20 അല്ലേ? അതെ. അല്ല, 2029 നമുക്ക് ഒറ്റ തെരഞ്ഞെടുപ്പാണ്. ഒറ്റ തെരഞ്ഞെടുപ്പ് നമുക്ക് വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ. ഏതായാലും രാജ്യത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന അല്ല, അത് വലിയ മാറ്റം രാജ്യത്തുണ്ടാകും. ഇവർ ഈ പറയണ കാശ് കൂടുതൽ വരുമെന്ന് പറഞ്ഞാൽ കുറവേ വരുള്ളൂ. അതൊക്കെ അവർക്ക് അറിയാഞ്ഞിട്ടാണ്. തെരഞ്ഞെടുപ്പ് നടത്തി പരിചയമില്ലാത്തവരും തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത് പരിചയമില്ലാത്തവരും ചാനൽ മുറികളിലിരുന്ന് മാത്രം രാഷ്ട്രീയം കാണുകയും ചെയ്യുമ്പോൾ പറ്റുന്ന അബദ്ധമാണ് ഒരു പണ്ഡിതൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ചെറുകിട പാർട്ടികൾക്ക് പൈസ കിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തോട് ക്ഷമിക്കുക എന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ഏതായാലും ബില്ല് നാളെ ഫ്ലോറിൽ വരട്ടെ. ഓക്കെ, അത് പാസ്സാവട്ടെ. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.